ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ എന്തെല്ലാവരും വർത്താനം, സുഖമല്ലേ? അതിനെ കണ്ടിട്ട് കുറേ ആയല്ലേ? എന്താ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ, മടി, വേറെ ഒന്നുമില്ല. എന്താ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മടീൻ്റെ അസുഖം പിടിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മടിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ കാര്യമായിട്ട് എന്താ പണി എന്നൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ. ഇങ്ങനെ മുറ്റത്തുള്ള ചപ്പും ചവറൊക്കെ കൂടി ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് കത്തിച്ചിരുന്നിട്ട് എന്താ സംഭവിച്ചാൽ അടിച്ചൊരു കൂട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിടും. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ മഴയൊക്കെ ആയ കാരണേ, മഴ ഇല്ലാത്തപ്പോഴല്ലേ നമുക്ക് കത്തിച്ചാൻ പറ്റുള്ളൂ. അങ്ങനെ മണ്ണെണ്ണൊക്കെ വെച്ചിട്ട് ഏതായാലും അത് കത്തിച്ചപ്പോൾ അത് അതിൻ്റെ അടുത്ത് തന്നെ മുല്ലപ്പൂവിൻ്റെ വള്ളിയുണ്ട്. ടൈം അങ്ങനെ പൂ ഇങ്ങനെ മുട്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ പൂ വിരിഞ്ഞ് പോകണമുണ്ട്. പക്ഷേ ഞാൻ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ മുല്ലപ്പൂ. ആ സ്ഥാനത്ത് കത്തിച്ചിനോടത്താണ് ഈ മുല്ലപ്പൂ വള്ളി. എന്നാലും അത് നല്ലപോലെ ഉണ്ടായിട്ട് അതിന്മേൽ പൂവും മുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അതെന്താ ചിലപ്പോൾ ഇവിടെ മുല്ലപ്പൂ ഒന്നും ചൂടാൻ പറ്റിയ കുട്ടികളും ആരുമില്ലല്ലോ. പിന്നെ അങ്ങനെ എനിക്ക് 2 മുല്ലപ്പൂ മുട്ട കിട്ടിയിട്ട്, അപ്പോൾ ആ കിട്ടിയ മുല്ലപ്പൂ മുട്ട ഞാൻ എന്തായിട്ട് കൈക്കെ പിടിച്ചിട്ട് പോന്നു. ഇപ്പം കത്തിച്ചുമ്പോൾ അതിൽ ഇങ്ങനെ പെട്ട് കത്തണ്ടല്ലോ വെച്ചിട്ട്, കാരണം അത് കത്തിക്കാണുമ്പോൾ നമുക്കൊരു ഇടങ്ങേറല്ലേ കാരണം. പിന്നെ ഇപ്പം ഞാൻ എന്തിനാണ് അവിടെ ഇട്ട് കത്തിച്ചതെന്ന് വെച്ചാൽ അവിടെ ഇട്ടങ്ങനെ തീയിടൽ. അപ്പോൾ പിന്നെ ഇങ്ങനെ വൈകുന്നേരം നേരമാകുമ്പോൾ കൊതുകുകളും പൊയ്ക്കോളും, ഇങ്ങനെ കച്ചറാൾ കത്തിക്കിട്ടും ചെയ്തോളും. എന്താ എത്ര തോന്നുക വെച്ചാൽ നമ്മളെ മറ്റേ തേക്കിൻ്റെ ഇലല്ലേ, ആ തേക്കിൻ്റെ ഇല എത്ര തോന്നുള്ളത്. അപ്പോൾ അതാണെങ്കിലും കുറേ ഉണ്ടാവുകയും ചെയ്യുള്ളൂ. പിന്നെ മഴ കാരണം നമുക്ക് കത്തിച്ചാനും പറ്റില്ല. അങ്ങനെ കൂട്ടിയിട്ട് എന്തായാലും അത്യാവശ്യം ആയി നട്ടാ. അപ്പോൾ ഒന്നായിട്ട് കൂട്ടി കത്തിച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ജ്യൂസ് അടിച്ചിട്ട്, അതെന്താ സംഭവിച്ചാൽ ഇതൊരു അവക്കാഡോ ജ്യൂസ് കേട്ടോ. ഇതിലില്ലാത്ത മുതലില്ല കേട്ടോ. ഓട്സും ബദാമും പിന്നെ ഇപ്പം എന്താ ഈത്തപ്പഴവും അവക്കാഡോ ഒക്കെ കൂടെ ഇട്ട് ഒരു ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടാണ്. പിന്നെ ലാലുവിനുള്ളത് ഫ്രിഡ്ജിക്കും വെച്ച് അങ്ങനെ അതൊരു ഗ്ലാസ് കുടിച്ച്. പിന്നെ ഞാൻ പാസ്ത ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ പാസ്ത ഇങ്ങനെ തിന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പാസ്ത, മക്രൂണി, നൂഡിൽസൊക്കെ തിന്ന് മടുത്ത്. അപ്പം അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കണം ഇങ്ങനെ, അതായത് ചില ടൈമിൽ ഭയങ്കര മൂടേക്കാരം അങ്ങനത്തെ തിന്നാൻ. ചില ടൈമിൽ ഒന്നും തിന്നില്ല കേട്ടോ, ചായയും വെള്ളമൊന്നും കുടിച്ചില്ല. പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കുടിച്ച് അങ്ങനെ നടക്കും കേട്ടോ. എനിക്ക് പിന്നെ പച്ചവെള്ളം ആയാൽ മതി കേട്ടോ. പൈസ ഉണ്ടെങ്കിൽ ഞാൻ പച്ചവെള്ളമായിട്ടേ കുടിച്ചുള്ളൂ. അപ്പോൾ പിന്നെ എന്തായാലും വൈകുന്നേരം ഇതേമാതിരി പാസ്ത ഉണ്ടാക്കിയപ്പോൾ അതൊക്കെ തിന്ന് പിന്നെ അങ്ങനെ വന്ന് കടന്നിട്ടാ. പിന്നെ മഗ്‌രിബിൻ്റെ ടൈമായില്ലേ. അപ്പോൾ ജനാലൊക്കെ തുറന്നിട്ടപ്പോൾ നല്ല രസമുള്ള ഒരു കാഴ്ചട്ടം. അപ്പോൾ ഇങ്ങനെ കടന്ന് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരട്ടെ എന്താ പരിപാടി എന്നൊക്കെ. പിന്നെന്താ വെച്ചാൽ ഞാനും ലാലും ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഉമ്മ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്മ വിരുന്നായിരുന്നു കേട്ടോ, അമ്മാൻ്റെ ഏട്ടത്തിൻ്റെ അടുക്കും. അങ്ങനെ പിന്നെ രാത്രി ഞങ്ങളൊരു സ്ഥലത്തൊക്കെ പോവാട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പൊലിവാട്ടോ. കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലമായിക്കോണേലും ഇവിടെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ്, ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ലാലു കട കഴിഞ്ഞിട്ട് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലാലു വരുമ്പോൾ ഞാൻ മാറ്റി ഒരുങ്ങി റെഡിയായി സെറ്റായിട്ട് എന്നോട് പറഞ്ഞാൽ റോട്ടിലേക്ക് ഇറങ്ങി പോകാറുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ റോട്ടിലേക്ക് ഇറങ്ങി പോകുന്നിട്ട് ഞാൻ കണ്ട് ചെന്നിട്ട് ലാലുവിനെ കാണാനില്ല കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ കാത്തുനിന്ന് കുറേ അങ്ങോട്ട് നടക്കും കുറേ ഇങ്ങോട്ട് നടക്കും. അങ്ങനെ പിന്നെ വിളിച്ച് ലാലു ഏതായാലും എത്തിയിട്ടാ. അപ്പോൾ ലാലു അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിക്കിട്ടാൻ കുറച്ച് ടൈം പിടിച്ച്. അങ്ങനെ പിന്നെ ഏതായാലും ലാലു വന്ന് പിന്നെ ഞങ്ങളിങ്ങനെ തലക്കടത്തൂർ പാലത്തുമ്മ പോയിട്ട് ഇങ്ങനെ മക്രൂണി ഉണ്ടായിരുന്നു കേട്ടോ, അത് വേഗിട്ട്. അപ്പോൾ രാത്രി ഫുഡ് പുറത്തുനിന്ന് ആക്കാറ് കേട്ടോ. ഞങ്ങൾ പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ അധികം ഈ മക്രൂണി വേഗിട്ടേക്കാറ് കേട്ടോ. തിന്ന കാര്യമായിട്ട് എനിക്കിഷ്ടം അത് തന്നെയാണ്. എനിക്കങ്ങനെ എന്താ പറയുക എത്ര തിന്നാലും പൂതിയിടില്ല കേട്ടോ. ഈ ഒരു വല്യപ്പാൻ്റെ മക്രൂണി എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ, ഈ വല്യപ്പാൻ്റെ മക്രൂണി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇടക്കും നിലക്കൊക്കെ അവിടെ പോയി ഇങ്ങനെ തിന്നു കിട്ടാം. അതിങ്ങനെ പെട്ടിയിറച്ചി ഇട്ടിട്ടുള്ള മക്രൂണി കേട്ടോ. പല സ്ഥലത്തേക്കും പല ഇതാണ് പറയുക. അപ്പോൾ എന്തായാലും എനിക്കിഷ്ടമാണ് ആ സംഭവം കേട്ടോ, അങ്ങനെ പെട്ടിയിറച്ചി ഇട്ടിട്ടുള്ള മക്രൂണി. അങ്ങനെ പിന്നെ അവിടുന്ന് 2 മക്രൂണിയൊക്കെ വേകിയിട്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ച സ്ഥലത്തൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ തിരൂരൊക്കെ ആകെ ബ്ലോക്കും കാര്യങ്ങളും പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ പിന്നെയും വലിയ ബ്ലോക്ക് ഇല്ല, എന്നാലും കുറച്ചുകൊണ്ട് എത്തിയാലും ബ്ലോക്കും ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ പോലീസുകാർ ഉണ്ടായതുകൊണ്ട് കേട്ടോ അത്ര വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കൊച്ചിയിൽ പോലീസുകാരായിരുന്നു കേട്ടോ. അപ്പോൾ അത് എവിടെയെന്ന് ചിലർക്കൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഏകദേശം കുറച്ച് ആൾക്കാർക്ക് അറിയാൻ സാധ്യതയുണ്ട്. എനിക്കും അറിയില്ലേലും കേട്ടോ. കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തിയതിന് ശേഷം ഞാനും അറിയുന്നത് ഇതെന്താ സംഭവിച്ചാൽ തുഞ്ചൻപറമ്പട്ട. അപ്പോൾ അവിടെ ഇങ്ങനെ ഇതേമാതിരി പരിപാടി ഉണ്ടായിരുന്നു. നമുക്ക് ആയുധ പൂജ പുസ്തക പൂജ ഒക്കെ ഉണ്ടായിരുന്നില്ലേ, അന്ന് പരിപാടി ഉണ്ടായിരുന്നു എന്നിട്ടാ. പിന്നെ ഞാൻ പറഞ്ഞാലേ എനിക്ക് മടിൻ്റെ ഒരു അസുഖമുള്ള കാരണം വീഡിയോസുകളൊക്കെ അങ്ങനെ എടുത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാട്ടോ. അത് കാരണം കേട്ടോ 3 ആയത്. എന്തായാലും ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് 1 മാസത്തിലേറെ അയക്കണം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ മടി കാരണം ഞാനങ്ങനെ ഇരുന്ന്. ഇനിയിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ പിന്നെ എന്തായാലും ഇനി മടി കാട്ടിയിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ എന്തായാലും വീഡിയോ ഇടാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ നല്ല ആളും തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ലാലു കട കഴിഞ്ഞ് വന്നൊരു 8:30 9 മണി ആ ടൈമിലായിട്ട് ഞങ്ങൾ ചെന്നിരിക്കുന്നത്. അങ്ങനെ അവിടെ ഇതേമാതിരി പരിപാടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കി നിന്നിട്ട് അവിടെ പിന്നെ ഹാളിൽ ഇതേമാതിരി കുറേ ആൾക്കാർ ഇരിക്കണമൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ ഇരിക്കാനൊന്നും സ്ഥലം കിട്ടിയില്ല, നിന്നിട്ട് ഇരുന്നിട്ട് ആ വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ കുത്തി തിരക്കിയിട്ട് കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് കുത്തി തിരക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുത്താട്ടാ. എനിക്ക് നല്ല ഇഷ്ടമാട്ടോ, ഇങ്ങനെയൊക്കെ കാണാൻ നല്ല രസമാണല്ലോ.
നമ്മളെ സ്കൂളത്തെ പരിപാടിക്കൊക്കെ അങ്ങനെ പോകുന്നില്ല, പക്ഷേ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസമാണ്. നമ്മളെ കുഞ്ഞു കുട്ടികളെ പരിപാടിയൊക്കെ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ അമ്പലം മാതിരിയൊക്കെ ആയിട്ടാണ്, അമ്പലവും കാര്യങ്ങളും എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിന് മുന്നിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ പറയട്ടാ പോകണമൊക്കെ കാരണം എന്നൊക്കെ പറയട്ടെ. പിന്നെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കാരണം പോക്കും വരവൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ മുന്നിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പാസ് ചെയ്തിട്ട് ആ ഗേറ്റ് ഇങ്ങനെ കാണും, പക്ഷേ ഉള്ളിൽ എന്താ സംഭവം എന്ന് എനിക്കും അറിയില്ല ഇതിനിട്ടാ. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ മേപ്പോട്ട് നോക്കി ഇങ്ങനെ നടക്കിയിരുന്നിട്ട്. അപ്പോൾ ഞങ്ങളെ ബാക്കിലെ കാണുന്ന അമ്പലമാട്ടാ. പിന്നെ അവിടെ അതേമാതിരി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടാ. പക്ഷെ നമ്മളവിടെ ഒന്നും തിന്നിട്ടില്ല കേട്ടോ, കാരണം നമ്മളടുത്ത് മക്രോണിയും സാധനങ്ങളൊക്കെ വേങ്ങിയില്ല. പിന്നെ നമ്മളാൾക്കാർ അവിടെ കാണാനും ഇല്ല. അപ്പോൾ പിന്നെ എന്താ പറയുക, അവിടെ കുട്ടികൾക്കും അങ്ങനെ വലിയൊരു കുട്ടികളൊക്കെ തിന്നുന്നുണ്ട്, പക്ഷെ നമ്മളിങ്ങനെ മക്രോണിയൊക്കെ ഉള്ള കാരണം ഞങ്ങൾ അവിടെ നിന്നൊന്നും തിന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ എന്തായാലും കുറച്ച് നേരം അവിടെ അങ്ങനെ മേപ്പോട്ട് നോക്കി നിന്നിട്ട് പിന്നെ അങ്ങനെ പോകുന്നിട്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇതേമാതിരി 2 സ്റ്റേജ് ഉണ്ടായിരുന്നിട്ടാ. ഒന്ന് അതിൻ്റെ ഉള്ളിൽ, ഒന്ന് ഇതേമാതിരി പുറത്തൊരു സ്റ്റേജ് ഉണ്ടായിരുന്നിട്ടാ. പിന്നെ അതേമാതിരി എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഞാനും മുഴുവനായിട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ വെറുതെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി അങ്ങനെ പോകുന്നിട്ടാ. എന്താ ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ വിചാരം എന്തോ വലിയ സംഭവങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ എന്നൊക്കെ ചെയ്തിട്ടാ. അതായത് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റിയ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ സംഭവങ്ങളാണ് ചെന്നപ്പോൾ. ഇതേമാതിരി അമ്പലത്തിൻ്റെ ഒക്കെ ആ ഒരു വൈബ് ചെയ്യുന്നിട്ടാ. ഫുൾ ഇങ്ങനെ അമ്പലങ്ങളൊക്കെ ആ ഒരു ലുക്ക്, അമ്പലവും കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അതേമാതിരി കുറേ പുസ്തകങ്ങളും അതും ഇതും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലല്ലോ, പുസ്തകങ്ങളൊക്കെ വായിച്ചവർക്കല്ല കിട്ടലേക്കാരം. നമ്മളിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നടന്നിട്ടാണ്. പിന്നെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കുള്ള പലവിധ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞാനങ്ങനെ നോക്കിയിരുന്നിട്ടാണ്. അതൊക്കെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ എനിക്കിഷ്ടമാട്ടോ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങൾ ഉണ്ടാകും, കുട്ടികളുടെ പുസ്തകങ്ങൾ, കഥ വായിച്ചതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ നോക്കി. പിന്നെ ഇങ്ങനെ എന്തായാലും നോക്കി നിന്നിട്ട് കാര്യമില്ല, ഞാൻ വേങ്ങിയാലും ഞാൻ വായിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതൊന്നും വേങ്ങിയില്ല കേട്ടോ, കാരണം ഞാൻ എൻ്റെ മിതുവിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും ഇതേമാതിരി നമ്മളെ കുസുമം, ബാലരമ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ കേട്ടോ. ചിലപ്പോൾ ഒരു മൂഡ് വരുമ്പോൾ ഇരുന്ന് വായിച്ചു, ചിലപ്പോൾ അവൻ വായിച്ചില്ല കേട്ടോ. അങ്ങനെ ചിലപ്പോൾ ഒരു പൂതിയാണ്. പിന്നെ എന്തായാലും പൈസ എടുത്ത് വേങ്ങിയിട്ട് അൽമാരി ഭാഗത്തൊക്കെയാണല്ലോ വെച്ചിട്ട് അതൊന്നും വേങ്ങിയില്ല കേട്ടോ. പിന്നെ എല്ലാവരും ഉണ്ട് ഈ വഴിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ലാലു എന്നോട് വേണ്ടി പൊട്ടത്തി ഇവിടെ വന്നാൽ കാര്യമായിട്ട് കാണാൻ പറ്റിയ സ്ഥലത്താണ് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ വലിച്ചു കൊണ്ടുപോകട്ടെ. അതായത് നമ്മൾ ആദ്യം കണ്ടില്ല അമ്പലം, അതിൻ്റെ ബാക്കിലായിട്ട് ഈ ഒരു സംഭവം വരുന്നത്. അപ്പോൾ അതെല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് മേപ്പോട്ട് നോക്കി നിൽക്കണം കേട്ടോ. കുറേ ആൾക്കാരോട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഞാനും പോയി നോക്കിയാട്ടോ. അമ്പലമൊക്കെ എന്താ ഈ വണ്ടി പോയ അണ്ണാൻ്റെ മാതിരി ഇരിക്കണ വെച്ചിട്ട് പോയി നോക്കിയപ്പോൾ അതാട്ടോ സംഭവം. ഇതിൻ്റെ ഉള്ളിൽ കാക്കയാണ്, എന്തോ ഒരു പക്ഷി, കാക്കച്ചിൻ്റെ ഒക്കെ മാതിരി പരുന്തൊട്ടല്ലേനു അങ്ങനെ എന്തോ ആണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായ ഒരു കമൻറ്റ് ഇട്ടു കേട്ടോ. അങ്ങനെ ആ ഒരു പ്രതിമൻ്റെ മുന്നിൽ വന്നിട്ടും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എനിക്കും ഇതിനുള്ളത്തെ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് എനിക്കും അറിയുന്നില്ല കേട്ടോ. അതാട്ടല്ലോ ഒന്നും പറയാത്ത. നമ്മളെന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞിട്ട് അതാകതാവണ്ടല്ല ചിട്ടാട്ടല്ലോ ഒന്നും പറയാത്ത. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ അതേമാതിരി ചുറ്റിക്കറങ്ങി കണ്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ആൾക്കാരും ഉണ്ട്, ഓല ആൾക്കാരുണ്ട്, പല ഇതുണ്ട് കേട്ടോ. ഇതിനുള്ളിൽ ജാതി മതം അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ, എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ പറഞ്ഞാൽ ഈ എന്താ തുഞ്ചൻ പരിപാടി, അതുപോലെ കല്ലുങ്ങ നേർച്ച, അങ്ങനെ പലതരം പരിപാടികളൊക്കെ കണ്ടിട്ട് ഈ കല്ലുങ്ങ നേർച്ച എന്നൊക്കെ പറയുന്നത് വമ്പൻ പരിപാടിയായിട്ട് ഒരു നേർച്ചയാണ്. എനിക്കൊക്കെ അതിങ്ങനെ കാണുമ്പോൾ വലിയ പൊലിവേന്ന് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ നാട്ടിലൊന്നും ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല അങ്ങനെ കേട്ടോ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇതേമാതിരി പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല രസമായിട്ട് കാണാൻ. ശരിക്കും നമ്മൾ പൂരപ്പറമ്പൊക്കെ പോയാൽ അതേമാതിരി കേട്ടോ. അതിനിപ്പോൾ ഈ നേർച്ച ഉണ്ടാകുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഈ റോഡിൻ്റെ പക്കത്ത് ഇതേമാതിരി കമ്മലാളും അതും ഇതും സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പോലീസുകാർ അത് വേറെ, എനിക്ക് എന്താണാവും പോലീസുകാരെ ഭയങ്കര ഇഷ്ടമായിട്ട്. ഞാൻ എവിടെ കണ്ടാലും ഞാൻ ഞങ്ങളിങ്ങനെ അന്തം വിട്ട് നോക്കിക്കോട്ടെ. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ ചിരിച്ചെടുക്കുകയും ചെയ്യും, എനിക്ക് തിരിച്ച് ചിരിച്ചു തരും ചെയ്യട്ടെ. ഇനിയിപ്പോൾ വണ്ടിമ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ പോലീസുകാരെ കണ്ടാൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഓര് നമ്മളെ നോക്കുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ചിരിച്ചെടുത്താൽ ഇങ്ങനെ ഓരിങ്ങനെ തിരിച്ച് നമ്മൾക്കും ചിരിച്ചു തരുമ്പോൾ ലാലു എന്നോട് അറിയിച്ചത് പോലീസുകാർക്ക് ചിരിച്ചെടുക്കുകയാണോ ചോദിച്ചത്. അപ്പോൾ അവർക്ക് എന്താ അവറ്റങ്ങൾ പണ്ടേ എനിക്ക് ഇഷ്ടമാണ് പറഞ്ഞിട്ട്. എനിക്ക് ചെറുപ്പം മുതലേ പോലീസുകാരെ ഭയങ്കര ഇഷ്ടമാട്ടാ. എവിടെ കണ്ടാലും ഓർക്ക് ചിരിച്ചെടുക്കും കേട്ടോ. അങ്ങനെ ഓരുമൊക്കെ ചിരിച്ചു തരുമ്പോൾ എന്തോ ഒരു പൊലീവാട്ടെ എനിക്ക്. അങ്ങനെ പിന്നെ അവിടെ കുറേ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലാലു എന്നോട് ഇങ്ങനെ പറയുന്നത് എൻ്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ടാ. കാരണം ഞാനിങ്ങനെ എന്താ പറയുക, എനിക്ക് നല്ല ഇഷ്ടമാട്ടാ. ഞാനിപ്പോൾ നമ്മളെ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഞാനിങ്ങനെ നമ്മളെ അടുത്ത് കൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ ഓരിങ്ങനെ നോക്കുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ അങ്ങനെ ചിരിച്ചു കൊടുക്കും. അപ്പോൾ എന്നോട് അറിയും എനിക്ക് വല്ല പിരാന്തായിട്ടുണ്ടോ അറിയില്ല. കാരണം എനിക്ക് എന്താ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ പോലീസുകാർ. നമ്മൾ വണ്ടിമ്പോൾ പോകുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കാണണൊക്കെ. അതിൻ്റെ അമ്മാക്കൊട്ടൊക്കെ അറിയണ്ട വണ്ടി എൻ്റെ ഉപ്പാനെ വയ്ത്താലും പോവുകയാണെങ്കിൽ ഞാൻ പോലീസുകാരെ കണ്ടാൽ എൻ്റെ പണി ഇതാട്ട വണ്ടിയിൽ ഇരുന്നിട്ട് ഓർക്ക് ചിരിച്ചെടുക്കലൊക്കെ. പിന്നെ ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോരുമ്പോൾ അതാട്ടാ മൺചട്ടി പല തരം ചായപാത്രമൊക്കെ ഇട്ടാൽ മണ്ണിൻ്റെ
അങ്ങനെ ആ ചേട്ടനെ ഞാൻ ഇതേമാതിരി ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടിരുന്നിട്ട് അപ്പോൾ ഞങ്ങൾ ലാലുവിനോട് പറഞ്ഞിരുന്നു തിരൂരാണ് ഏറ്റങ്ങളെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതാ ചെന്നപ്പോൾ തുഞ്ചൻപറമ്പ് പരിപാടിക്ക് പോയപ്പോൾ അവിടെ ഉണ്ട് ആ ചേട്ടനും അതിൻ്റെ പെണ്ണുങ്ങളും ഇങ്ങനെ ചട്ടിയൊക്കെ വെക്കുന്നുട്ടാ. പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ മേപ്പട്ടൊക്കെ നോക്കി നിന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോന്നിട്ടാ. പിന്നെ ഇപ്പോൾ ഈ ഇറുട്ട കുത്തിയ സ്ഥലത്തേക്ക് എടുക്കാൻ ഞങ്ങളിപ്പോൾ ഈ പോകണമെന്നല്ല ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് അവിടെ വെച്ചാൽ ഞങ്ങൾ ഉണ്ണിയാൽ ബീച്ചിലേക്ക് പോവാട്ടോ. അപ്പോൾ ഒരു രസം എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ വേങ്ങിയല്ല. അപ്പോൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലൊക്കെ അങ്ങനെ ഒഴിഞ്ഞ് പോയിരുന്ന് തിന്നാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഉണ്ണിയാൽ ബീച്ചിലേക്ക് പോവാട്ടോ. പിന്നെ തുഞ്ചൻപറമ്പിൽ ഞങ്ങൾ കുറേ നേരം നിന്നിട്ടില്ല കേട്ടോ. കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിന്ന് അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളവിടുന്ന് ഫുഡും കാര്യങ്ങളൊന്നും തിന്നിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളിലൊന്നും ഇങ്ങനെ കറങ്ങി അടിച്ചിട്ട് പോന്നിട്ട് എല്ലാ തിരക്കുണ്ട്, നിറച്ച് പോലീസുകാരും ആൾക്കാരും ഒക്കെ കൂടെ ഒരു ജഗ പുക ഒരു കഥയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ അതായത് നമ്മൾ അവിടെ നിന്ന് ഒന്നും വേങ്ങിയിട്ടില്ല കേട്ടോ. മുട്ടായും കാര്യങ്ങളൊന്നും വേങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെ വേഗം പോകുന്നു. അങ്ങനെ പിന്നെ പോന്ന് ഞങ്ങൾ എന്തായാലും ഉണ്ണിയാലിങ്ങൾക്ക് എത്താനായി തുടങ്ങിയിട്ടാ. അങ്ങനെ എന്തായാലും അവിടെ എത്തിയപ്പോഴാണല്ലോ അല്ലാതെ ആൾക്കാരൊന്നും ഇല്ല. നേരെ 10 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ തുഞ്ചൻപറമ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. പിന്നെ ഈ ടൈമിലൊക്കെ ഇങ്ങനെ ബീച്ചിൽ വന്നിരിക്കാൻ നല്ല രസമായിട്ടോ. നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. ഇനി നമ്മൾ രാത്രി ആദ്യമായിട്ട് പോയോട്ടോന്നറിയില്ല. അതായത് മഗ്‌രിബിൻ്റെ ടൈമിലൊക്കെ അവിടെ പോയിരിക്കും. ഈ നട്ടപ്പാതിരക്ക് പോയോണ്ടോന്നറിയില്ല കേട്ടോ. എന്താ പറയുക വല്ലാത്തൊരു ഫീൽ ചെയ്തിട്ടാ. നല്ല തണുപ്പ് നല്ല കാറ്റൊക്കെ ആയിട്ട് വല്ലാതെ ആൾക്കാരും ഇല്ല. നമ്മളെ ലോകമായി അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കേട്ടോ. അങ്ങനെ ചെന്ന് ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് പിന്നെ എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ. അവിടെ ഇവിടെയൊക്കെ അതേമാതിരി കപ്പിൾസുകളും ഫാമിലിയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അവിടെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടന്നിട്ട് ഞങ്ങൾ നോക്കിയിട്ടാണ്. പിന്നെ ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് കാര്യമില്ല കാരണം നട്ടപ്പാതിരയിന്. അങ്ങനെ നേരെ 10:30 11 മണിയൊക്കെ ആയിക്കണം നമ്മൾ തുഞ്ചൻപറമ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 10 മണി കഴിഞ്ഞിരിക്കണമല്ല. അപ്പോൾ പിന്നെ അവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ പെട്ട് ഇങ്ങോട്ട് എത്തിയപ്പോൾ ഒരു നേരം ആയിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കി നടന്നിട്ടാ. അപ്പോൾ പിന്നെ അവിടെ കുട്ടികളിങ്ങനെ ഫാമിലി ആയിട്ട് വന്നിട്ടേ അവിടെ പന്തളിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്ന് പിന്നെ പൈസ തുടങ്ങിയിട്ടാ. നേരായും ചെയ്തിരിക്കണമല്ല. അപ്പോൾ പിന്നെ ഞങ്ങളൊന്നും നോക്കില്ല. ഞങ്ങൾ ഇതേമാതിരി ഒരു ഇതിങ്ങനെ അവിടെ ഇങ്ങനെ ഇതുണ്ട് കേട്ടോ. എന്താ പറയുക അങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ഉണ്ട്. അവിടെ പോയിരുന്നിട്ട് ഞങ്ങൾ വേങ്ങിയ മക്രൂണിയൊക്കെ തിന്നിട്ടാ. പിന്നെ നെക്സ്റ്റ് ലാലും ഇതേമാതിരി നമ്മൾ ഇത് വേങ്ങിയത് എന്താ പറയുക കടായി ഉണ്ടല്ലോ ആ കടായി വേങ്ങിയിട്ടാ. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര പൂതിട്ട് ഞാൻ ചെമ്മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വെച്ചിട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടല്ലോ അങ്ങനെ അതും. അപ്പോൾ അത് പോയി നോക്കിയപ്പോൾ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഈ കടായി വേങ്ങിച്ചിട്ട് കടായി വേങ്ങിയിട്ട കടായിക്ക് നൂഡിൽസ് എന്തെങ്കിലുമൊക്കെ വേങ്ങണം. പക്ഷെ എനിക്ക് ഈ മക്രോണിയുള്ള കാരണം എനിക്ക് നൂഡിൽസ് വേണ്ടാറ് കേട്ടോ. അത് നമ്മളെ ചൈനീസ് നൂഡിൽസ് ഉണ്ടല്ലോ മസാല ഇല്ലാത്തായിട്ട് നൂഡിൽസ് ചെയ്തിട്ടാണ്. അപ്പം ഇനി രസം ഉണ്ടോ ഇല്ലയോ അതൊന്നും അറിയില്ലല്ലോ. അതായിട്ട് വേങ്ങി കൂട്ടിയിട്ട് തിന്നിട്ടില്ലെങ്കിൽ ആരും എന്നെ തച്ചട കൊട്ടില്ല. ഒക്കെ വേങ്ങി കൊട്ട് തിന്നാൻ ബാക്ക് കേൾക്കാറ്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞാൽ വേണ്ടക്ക് ഈ ഇത് മതിയാറട്ടെ. അങ്ങനെ ഈ ഇറച്ചി വേങ്ങിയിട്ട് അതിങ്ങനെ നല്ല കളർ നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ ചില്ലിക്കൂട്ടിൽ കാണാൻ. അപ്പോൾ ഇങ്ങനെ പൂതിക്ക് കുറച്ച് വേങ്ങിയിട്ടാണ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സംഭവം പൈസ കൊടുത്ത് പോയത് മുതലായിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ അതും വേങ്ങി രണ്ടും കൂടി കൂട്ടി തിന്നിട്ട്. അപ്പോൾ ലാലു കേട്ടോ ആദ്യം തിന്നെ. ഞാൻ പറഞ്ഞു ആദ്യം തിന്നിട്ട് അഭിപ്രായം പറയാറ് കേട്ടോ. അപ്പോൾ ലാലുവിന് ഇഷ്ടം കേട്ടോ മക്രൂണി. പക്ഷേ എനിക്കെൻ്റെ ജീവൻ കേട്ടോ മക്രൂണി. എനിക്കിന്ന് വേങ്ങി തന്ന് നാളെ വേങ്ങി തന്നാലും ഞാൻ തിന്നിട്ടാ. കാരണം എനിക്ക് എന്താണെന്നാവോ ഭയങ്കര ഇഷ്ടമാണ്. പാങ്ങിന് പോകുമ്പോഴാട്ടോ ഭയങ്കര ഇടങ്ങറ്. കാരണം ഈ മക്രൂണി തിന്നാൻ കിട്ടൂല. പിന്നെ ലാലു തിന്നണ കണ്ടപ്പോൾ പിന്നെ എനിക്ക് സഹിച്ചൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഞാനൊന്ന് തിന്നിട്ടേ അറിയാം. അങ്ങനെ പിന്നെ ഞാനും തിന്നാൻ വേണ്ടി ഇരുന്നിട്ടാ. അങ്ങനെ എന്തായാലും മക്രോണി നല്ല ടേസ്റ്റ് കേട്ടോ. പൈച്ച ഇടങ്ങാറായി കുടൽ കത്തി കരിയുന്ന ടൈം ആയിക്കണം. പൈച്ച ഒരു വൈക്ക് കഴിക്കണം. അതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര ടേസ്റ്റ് കേട്ടോ മക്രോണിക്ക്. അങ്ങനെ പിന്നെ രണ്ടും കൂട്ടി കഴിച്ച് തിന്നു. അപ്പോൾ ലാലിനോട് അറിയട്ടെ ഫ്ലാഷ് കണ്ണ് കുത്തിയിട്ട് ഓഫാക്കുന്ന്. പിന്നെ എൻ്റെ തീറ്റ കഴിഞ്ഞ് ഞാൻ ആ കടായൊക്കെ തിന്ന്. പിന്നെ അതേമാതിരി സവനപ്പ് വീങ്ങിന്നിട്ടാ. എനിക്ക് പിന്നെ സവനപ്പ് ആയാൽ മതി കിട്ടിയില്ലോ. സവനപ്പ് എന്തെങ്കിലുമൊക്കെ കിട്ടണം കേട്ടോ. അപ്പം ഇങ്ങനെ പുറത്ത് പോയാലേക്ക് ജ്യൂസും വെള്ളം അങ്ങനത്തിനോടൊന്നും ഒരു താല്പര്യമില്ല കേട്ടോ. അതായത് ചായ ജ്യൂസ് അങ്ങനത്തിനോടൊന്നും ഈ ഒരു 10 റുപ്യേൻ്റെ ടീലോ കുപ്പി കിട്ടിയാൽ തന്നെ എനിക്കത് സ്വർഗ്ഗം കിട്ടിയൊരു ഇതാട്ടോ. കാരണം ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് ടീലോ. പക്ഷെ നമ്മൾ മറ്റേതുണ്ടല്ലോ എന്താ പറയുക മറ്റേ വേറെ ഐറ്റം ജ്യൂസും കാര്യങ്ങളും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ. പിന്നെ അതേമാതിരി ഞാൻ ചായ ഒന്നും കാര്യമായിട്ട് വൈകുന്നേരം കുടിച്ചാത്ത ആളാണ്. പിന്നെ ഞങ്ങൾ ഇതേമാതിരി ഉണ്ണിയാൽ ബീച്ചിൽ വന്നാൽ അവിടെ ഒരു തട്ടുകട ഉണ്ട്. അതിൽ പോയിട്ട് ചായ കുടിച്ചിട്ട് ഞാൻ നല്ല അടിപൊളി സമൂസയും സോസൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ചിട്ട്. അല്ലാതെ അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ പുറത്തുനിന്ന് ചായ കുടിച്ചു കേട്ടോ. എനിക്ക് ആ തട്ടുകടയിലത്തെ ചായയും കടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സമൂസ അത് എനിക്ക് 5-6 വേങ്ങി തന്നാലും ഒറ്റയടിക്ക് ഇരുന്ന് തിന്നിട്ട്. ആ സോസ് ഒരു തക്കാളി സോസ് മയോണീസ് ഉണ്ടാവും അത് കൂട്ടി കുഴച്ച് തിന്ന് എൻ്റെ മോനെ സ്വർഗ്ഗം കണ്ടിട്ട് അത്രയ്ക്ക് ടേസ്റ്റായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ലാലു ഞാൻ കറിക്ക് 2 മതി അറിയിട്ട് അത് തിന്ന് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. അങ്ങനെ 5-6 തിന്നാലും എൻ്റെ വള്ളം ഫുള്ളാവില്ല. കാരണം നമ്മൾ ഈ ബീച്ചിലൊക്കെ ഇരുന്ന് എന്ത് തിന്നാലും നമുക്ക് വയറ് നിറയില്ല. അല്ല എത്ര തിന്നാലും പള്ളിക്കൊന്നും ആവാത്ത മാതിരി കേട്ടോ. അതൊക്കെ എൻ്റെ അവസ്ഥ. അതിപ്പോൾ നമ്മൾ പെരയിൽ നിന്ന് ഒരു സമൂസ തിന്നക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ നീച്ച് നടക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ പെട്ടെന്ന് വയറ് നിറയില്ല. ഇത് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് തിന്നുമ്പോൾ നല്ല രസമാണല്ലോ. ഞാൻ കാര്യമായിട്ട് ഉണ്ണിയാലുങ്ങൾക്ക് ആ സമൂസ തിന്നാൻ പൂതിയാകുമ്പോൾ ഇങ്ങനെ പോകും കേട്ടോ. പിന്നെ ഞങ്ങളിപ്പോൾ തിരൂർ അങ്ങാടിക്ക് ഇറങ്ങിയാലും അടുത്ത് തന്നെയാണല്ലോ ഉണ്ണിയാൽ ബീച്ച്. അപ്പോൾ ഇടയ്ക്കും ഇടയ്ക്കൊക്കെ അവിടെ തന്നെ ആയിക്കാരം. കാര്യമായിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉണ്ണിയാൽ ബീച്ചേക്കാരം അധികം പോയിട്ടുണ്ടാവുക. ഈ ബീച്ച് കണ്ടതിന് കയ്യും കണക്കുണ്ടാവില്ല കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് പോകും കേട്ടോ ബീച്ച് കാണാൻ. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾക്കിപ്പോൾ പോകാൻ പറ്റിയ സ്ഥലങ്ങളൊന്നുമില്ല. ഞായറാഴ്ച ആയാലും പെരയിൽ വെറുതെ ഇരിക്കുമ്പോൾ ലാലുവിന് ഭയങ്കര ബോറടിയാണ്. ലാലു പറയും എവിടേക്കേലും പോകാൻ. പിന്നെ ഉണ്ണിയാൽ ബീച്ചിലെടുത്ത് പിന്നെ അവിടേക്ക് പോകും കേട്ടോ. പിന്നെ അങ്ങനെ കൈ കഴുകാൻ വേണ്ടി ചെന്നപ്പോൾ അതൊരു നെണ്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനിട്ട് ഇങ്ങനെ കളിപ്പിച്ച് ചെയ്യുന്നിട്ടാ. അതിൽ ജീവനുണ്ട്. ഞാൻ ആദ്യം കരുതിയത് ചത്ത നെണ്ടേക്കാരാണ്. അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ ജീവനുണ്ട് കേട്ടോ. പിന്നെ അതേമാതിരി കക്കത്തോടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ തിരിച്ചു പോയി ആദ്യം ഒന്ന് തൊട്ട് നോക്കിയിട്ടെങ്കിൽ ഇതേമാതിരി എന്തെങ്കിലും കയറി വന്നാൽ നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതെന്താ കക്കത്തോടാണ്. അങ്ങനെ പിന്നെ കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ നോക്കി അതിനെ ആ ഒരു നെണ്ടിനിട്ട് കളിപ്പിച്ച് ചെയ്തിട്ട് ഞാൻ പിന്നെ കൈ കഴുകാൻ വേണ്ടി പോയിട്ടാ. പിന്നെ നമ്മൾ മക്രോണി തിന്നാൽ കൈ കഴുകാനും വെള്ളമൊന്നും ഇവിടെ വേങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ എന്തായാലും കടലല്ലേ, കടൽ ഇഷ്ടംമാതിരി വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ കടലിൽ പോയിട്ട് തന്നെ കൈ കഴുകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്ന കേട്ടോ. അതാണ് എട്ടിൻ്റെ പണി കിട്ടി. ആകെ ചളി പിടി ജഗ പുകയുന്ന കേട്ടോ. ഈ ഒരു മണലിങ്ങനെ നനഞ്ഞ മണൽ നമ്മൾ ചെരുപ്പം പൊട്ടിയും കൊണ്ട് പോയി കിട്ടൂലല്ലോ. ആകെ വൃത്തികേടാവില്ല. അങ്ങനെ പിന്നെ ഞാനിങ്ങനെ തിരമാല വരാൻ കാത്തിരിക്കുന്നത് കേട്ടോ. അന്നാണേലും അല്ലാതെ തിരമാല ഒന്നുമില്ല. പക്ഷെ നല്ല തണുത്ത കാറ്റടിപൊളി കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് നീച്ച് പോരാൻ തോന്നില്ല. അപ്പോൾ ഞാൻ അതിനോട് അറിയാം കേട്ടോ, ഈ ബീച്ചിൻ്റെ അടുത്തൊക്കെ പെരയും കൂടി വേണം എന്ത് രസമായിക്കാരല്ലേ എന്നൊക്കെ. അവിടെ ഇവിടെയൊക്കെ കപ്പിളായിട്ടൊക്കെ വന്ന ആൾക്കാരിങ്ങനെ ഓരോ മുക്കിലും മൂലയിലൊക്കെ വാപ്പയും പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളും ഇതേമാതിരി ഒരു ഭാഗത്ത് ഞങ്ങളും പോയിരുന്ന്. കാരണം എല്ലാവരും ഒരു ഭാഗത്ത് ഇരിക്കാൻ വെച്ചല്ലോ. രാത്രിയല്ലേ, നേരെ 10:30 ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തീറ്റയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നേരെ 11 മണി കഴിഞ്ഞ് തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ വല്ലാതെ അങ്ങനെ അധികം അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെയാ വെച്ചാൽ ചെക്കന്മാർ കപ്പിൾസുകൾ അങ്ങനെയൊക്കെ എന്നിട്ട് ഫാമിലിയൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഓലൊക്കെ പോയി തുടങ്ങി. കാരണം നട്ടപ്പാതിരായില്ല. അപ്പോൾ അങ്ങനെ ഓലൊക്കെ പോയി തുടങ്ങി കേട്ടോ. അപ്പോൾ നല്ല രസം കിട്ടുക. അങ്ങനെ നമ്മൾ എന്താ പറയുക, മറ്റേ നമ്മൾ എപ്പോൾ പോയാലും അവിടെ ഇഷ്ടംമാതിരി ചെക്കന്മാരും ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു ഇത് കിട്ടില്ലല്ലോ. ഇത് നമ്മൾ ഒറ്റക്കായിട്ട് നമ്മളെ ലോകമായിട്ട് ഒരു വല്ലാത്തൊരു ഫീൽ ചെയ്തിട്ട് എനിക്കാണെങ്കിൽ അവിടുത്തെ അങ്ങോട്ട് പോരാൻ തോന്നില്ല. അപ്പം അങ്ങനെ പറയുന്നുട്ടോ, ഈ കടലിൻ്റെ അക്കത്തൊക്കെ പെര വെച്ചിരിക്കണല്ലേ എന്ത് രസമല്ലേ, നല്ല തണുത്ത കാറ്റില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ലാലോട്ട് ഇങ്ങനെ പറയണേ കയറി വാടി അറിയട്ടെ. എനിക്കാണെങ്കിൽ കയറി പോകാൻ തോന്നില്ല. ആരും ഇല്ലല്ലോ. അപ്പം നമ്മളെ ഇഷ്ടത്തിന് വെള്ളത്തിൽ ഇറങ്ങി കളിച്ചൊക്കെ ചെയ്യാമല്ലോ. മറ്റേ ഞാൻ എത്രയൊക്കെ ബീച്ചിൽ പോയാലും ബീച്ചിൽ നീച്ച് വരാൻ നേരം ഉണ്ടാവില്ല. ആഴ്ചയിൽ ബീച്ചിൽ പോവലേക്കാരം പറഞ്ഞിട്ട് കാര്യമില്ല. വെള്ളത്തിൽ ഇറങ്ങലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഒരു പൂതിയിട്ടവല്ല അത് ആരും ഇല്ലല്ലോ. അപ്പോൾ കൈ കഴുകാൻ പോയപ്പോൾ ഏതായാലും കാല് നനഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും കാല് നനഞ്ഞ് എന്നെ കൊണ്ട് കുളിച്ചിട്ടുണ്ട് കയറാച്ചിട്ട് കുറച്ച് നേരം ആ വെള്ളത്തിൽ അങ്ങനെ ചുറ്റിപ്പറ്റി അവിടെ ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ നടക്കുന്നിട്ടില്ല. ആരും ഇങ്ങനെ ചീത്ത അറിയിട്ട് വേ പറഞ്ഞ് വിളിച്ചെടുത്തിട്ട് എന്നോടാ കളി. എനിക്കാണെങ്കിൽ ഈ തണുത്ത കാറ്റും വെള്ളവും ഒക്കെ കൂടെ കണ്ടിട്ട് കയറി പോകാനും തോന്നില്ല. കാരണം നല്ല രസം കേട്ടോ. അവിടെ കൊണ്ട് പോരാനൊക്കെ തോന്നില്ല. ആരും എന്നെ വലിച്ചുണ്ടാവാട്ടില്ല. അത് വേ അങ്ങനെ വലിച്ചിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ മറ്റോടത്ത് നമ്മൾ തുഞ്ചൻപറമ്പ് ആ ഭാഗത്തു കൂടിയല്ലേ പോകും. അപ്പോൾ അവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പെരേക്ക് എത്തുമ്പോൾ ഒരു നേരമാവും എന്ന് പറഞ്ഞിട്ട് 11 മണി ആയി തുടങ്ങിയിട്ടും എനിക്ക് വലിയ കൂസലൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടാ. അങ്ങനെ ഞാൻ മനമെല്ലാം മനസ്സോടെയായിട്ട് പോരുന്നത്. പിന്നെ അത് ലാലുവിൻ്റെ മനസ്സ് കണ്ടറിഞ്ഞു തോന്നുന്നുണ്ട്. കയറി ചെന്നപ്പോൾ അത് ലാലു അസലായിട്ട് അവിടെ ഇരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് സമാധാനമായിട്ടാണ്. കാരണം ഇനിയും കുറച്ച് നേരം കൂടി ഇരിക്കാലാന്ന്. അപ്പോൾ ഇവിടെ കാലും കൈയൊക്കെ കഴുകി ഇങ്ങോട്ട് എത്തിയപ്പോൾ മണലായിട്ടാണ്. കാരണം നമ്മൾ കാല് നനഞ്ഞാൽ പിന്നെ മണലൊട്ടുമല്ലോ. അങ്ങനെ എൻ്റെ കൈപ്പത്തിരി മണലൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പം ഞാൻ ലാലുവിൻ്റെ മേത്ത് ഇങ്ങനെ തേച്ച് ലാലുവിനായിട്ട് ഇങ്ങനെ ഏതുണ്ടാക്കി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ലാലുവിൻ്റെ കൈമയും കാലിനും തേച്ചപ്പോൾ ലാലു ഇങ്ങനെ ഈർച്ച് നിൽക്കണ്ട. അപ്പം ഞാൻ ലാലുവിൻ്റെ മുഖത്ത് തേച്ച് ഏതുണ്ടാക്കിയിട്ടാ. അത് കഴിഞ്ഞ് വന്നപ്പോൾ അത് ലാലു കടന്നിട്ട് ഞാൻ അല്ല അപ്പോൾ പോകണ്ടേ വെച്ചിട്ട് ഭയങ്കര ബേജാറായിരുന്നു പോവാനായിട്ട്. കയറി വന്നപ്പോഴാണല്ലോ അവിടെ അഡ്മിറ്റ് ആയിട്ടാണ്. ഞാൻ പറഞ്ഞു നീച്ചത് പറഞ്ഞിട്ട്. അപ്പോൾ ലാലു അറിയാം നിൽക്കാനായിട്ട്. ലാലുവിനും പോരാൻ പോതില്ല. കാരണം എല്ലാ തണുപ്പ് നല്ലൊരു കാലാവസ്ഥ കേട്ടോ. നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല ഒരു തരം ഒരു ഇത് നല്ലൊരു തണുപ്പും കാറ്റൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമല്ലേ ഈ കാര്യം. പറ്റും നമ്മൾ വരൻ്റെ ഉള്ളിലാകുമ്പോൾ ഈ തണുപ്പും കാറ്റും നമ്മൾ അറിയുന്നില്ലല്ലോ. ഈ ഒരു ഫാനിൻ്റെ കാറ്റല്ലേ അറിയുന്നത്. അപ്പോൾ നമുക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അത് ആദ്യമായിട്ട് ഇങ്ങനെ നട്ടപ്പാതിരക്ക് ബീച്ചിൽ പോയിരുന്ന പൊലിവാട്ടെ എനിക്ക് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ ലാലു ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് സഹിച്ചില്ല. അപ്പോൾ ഞാൻ ലാലുവിന് കയ്യും വെറുതെ വികൃതി കാട്ടി എന്നിട്ട് ആ മുഖത്ത് ഇങ്ങനെ കൈയിട്ട് ഇതാക്കിയിരുന്നു. കാരണം എൻ്റെ കയ്യിൽ ചെറുതായിട്ട് മണലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളെ മുഖത്ത് ഇങ്ങനെ തേക്കുമ്പോൾ ആൾ ചീത്ത അറിയുന്നിട്ടാ. പക്ഷെ അപ്പോൾ ഞാൻ അധികം ഇങ്ങനെ കാട്ടും. നമുക്ക് ഒരാളിങ്ങനെ ഇങ്ങനെ വെറുപ്പിച്ചറിയണോ അതൊരു വേറൊരു സുഖമാണല്ലോ.
അങ്ങനെ വികൃതിയൊക്കെ കാട്ടി ലാലുവിനെ അവിടുന്ന് കുത്തി പൊന്തിച്ചിട്ട കാലിൻ്റെ ഒക്കെ അവസ്ഥ അതാണ്. കുത്തി പൊന്തിച്ചിട്ട് എന്താ ലാലു കടക്കൂട്ട പിന്നെ. അങ്ങനെ പിന്നെ ഞാൻ ഇറങ്ങുന്നു നീച്ചി പറഞ്ഞിട്ട് ഞാൻ ഏതുണ്ടാക്കി പിന്നെ നീപ്പിച്ചിട്ട ലാലുവിന് അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നിടത്തുനിന്ന് ഇങ്ങോട്ട് നീച്ചാൻ തോന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഫ്ലാഷ് അടിച്ച് വീഡിയോ എടുത്തപ്പോൾ ആളിന്നെ ഇങ്ങനെ ചീത്ത പറയട്ടെ കണ്ണിൽ ലൈറ്റ് എത്തിയിട്ട്. കാരണം അപ്പുറത്തൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ചെക്കന്മാർ ഫോണിൽ കളിച്ചിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ലാലു പറയാം അറ്റങ്ങൾ എന്താ കരുതാ പറഞ്ഞിട്ട് ആ തിലക്കൊക്കെ ഉണ്ടിട്ട് ചെക്കന്മാർ. ഇവിടെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിങ്ങനെ നിന്നിട്ടാ. പിന്നെ നീച്ചിരുന്ന ആൾ പിന്നെ കടന്നിട്ടാ. ലാലു പിന്നെ കടന്നിട്ട് ലാലു ഇങ്ങോട്ട് നീച്ചു വരല്ല കേട്ടാ. ലാലു തല മസാജ് ചെയ്യാറുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് നേരം പിന്നെ അവിടെ തന്നെ ഇരുന്നിട്ടാ. ലാലു കടന്നപ്പോൾ പിന്നെ ഇപ്പോൾ ഉമ്മക്ക് ബേജാറില്ലല്ലോ. ലാലു നീച്ചു വരുന്നില്ല, എനിക്കും പോരാൻ പോകുന്നില്ല. പിന്നെ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് പിന്നെ നേരെ ഒരുപാടായിട്ടാ. പിന്നെ എന്തായാലും അവിടെ മേപ്പോട്ട് നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ, വേഗം പോരാന്ന് കരുതിയിട്ടാ. പിന്നെ ഞങ്ങൾ കയറിയിരുന്നിന്ന് ഈ ഒരു സിമെൻറ്റ് കട്ടൻ്റെ മേലെ നിന്നിട്ട്. അപ്പോൾ അവിടുന്ന് കയറിയ സുഖമൊന്നുമില്ല കേട്ടോ, ഇറങ്ങാൻ ചാടി ഇറങ്ങിയിട്ടാ. അങ്ങനെ എന്തായാലും പിന്നെ തിരിച്ചു പോകുന്നപ്പോൾ അത് കുറേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ തുഞ്ചൻ പറമ്പിൽ. അപ്പോൾ നേരെ ഇരിക്കണ് 12 മണി ഒക്കെ ആയി തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ എടുത്ത് വെച്ചില്ലേലേ അത്ഭുതമുള്ളൂ. കാരണം എന്താ പോലീസുകാരൊക്കെ ഓരോ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഓല് പോകാൻ വേണ്ടിയിട്ട് കുറേ പോലീസുകാർ പോയി. കുറേ പോലീസുകാർ അവിടെ ഇവിടെയൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. കാരണം ഈ ചെക്കന്മാർ ഓരോ ക്രസാളൊക്കെ കാട്ടി കാരണം. അങ്ങനെ പിന്നെ കടാളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഞങ്ങളാണ് ചെന്നപ്പോൾ ഒക്കെ പെരുംജാതി ബ്ലോക്ക് ചെയ്യുന്നു. പകുതിക്കൊന്ന് വണ്ടിയിട്ട് നടക്കുന്നിട്ടാ ചെയ്തിരുന്നു. തിരിച്ചു പോന്നപ്പോൾ വലിയ കുഴപ്പമില്ലാതെ സുഖമായിട്ട് പോകുന്നിട്ടാ. കുറേയൊക്കെ പോയിന്ന് ആൾക്കാരൊക്കെ കടാളൊക്കെ എടുത്ത് വെച്ചൊന്നും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ നിന്നൊക്കെ കഴിച്ചലായി തിരൂർക്ക് എത്തിയപ്പോൾ അതാട്ട അവസ്ഥ. തിരൂർ മൊത്തത്തിൽ കടന്നുറങ്ങിയിരിക്കുന്നു തോന്നുന്നു. വണ്ടികളും കാര്യങ്ങളൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കുറച്ച് വണ്ടികളുള്ളൂ കേട്ടോ. മറ്റേ ആകെ ലൈറ്റും പൊളിച്ചൊക്കെ ആയിട്ട് നല്ല രസമായിക്കാരം കേട്ടോ തിരൂർ ഇങ്ങനെ രാത്രിയൊക്കെ വരാൻ. പിന്നെ അപ്പോൾ നമുക്ക് ആ നേരമില്ലേ, അപ്പോൾ ആരുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.